ഹലോ കൂട്ടുകാരെ, വീണ്ടും ഒരു ഉച്ചയൂണിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട്. ചുവന്ന മീനാണ് കിട്ടിയിരിക്കുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ കിളിമീനെന്നും പൊന്നാരൻ എന്നൊക്കെ പറയും. നമ്മൾ സാധാരണ അതിന് ചുവന്ന മീൻ എന്നാണ് പറയുന്നത്. അതൊക്കെ വെട്ടിക്കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സിമ്പിളായിട്ടൊരു മുളക് കറി വയ്ക്കാം. മുളകിട്ട കറിയാണ്, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു മുളകിട്ട കറി. ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചിട്ടുണ്ട്. മൂത്ത് വന്നപ്പോഴത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുത്തു. നേരത്തെ തന്നെ ഞാൻ പൊടി ഒന്നിച്ചെടുത്ത് വെച്ചതാണ്. മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടി, ഇത്തിരി കുരുമുളക് പൊടി. പൊടിയുടെയൊക്കെ പച്ചമണം മാറിയപ്പോഴത്തേക്ക് ഒരു തക്കാളി അരച്ചതോടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി തക്കാളിയുടെയൊക്കെ പച്ചമണം മാറിയിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്ക് കറിക്ക് ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തോരം ഗ്രേവി വേണം അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് വടക്കംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കറി ഒന്ന് വെട്ടി തിളയ്ക്കട്ടെ. അതിലേക്ക് ഞാൻ ഒരു ഉണ്ടമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉണ്ടമുളകെന്നാണ് പറയുന്നത്. നല്ല മണമുള്ള മുളകാണ്. കറിക്ക് ഇടുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് അതും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവുണ്ട്, അതുകൊണ്ട് ഒരെണ്ണവേ ചേർത്തിട്ടുള്ളൂ. കറിയൊക്കെ നന്നായി ഒന്ന് വെട്ടി തിളച്ച് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചുവന്ന മീനായതുകൊണ്ട് ഒരുപാട് വേവില്ല, പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ ഒരുപാടിട്ട് വേവിക്കില്ല, എന്നാൽ മീൻ വേകുകയും ചെയ്യണം. കറിയുടെയൊക്കെ എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇറക്കി വയ്ക്കാം. വേണമെങ്കിൽ ഇപ്പം സമയത്ത് ഉപ്പും പൊടിയൊക്കെ നോക്കാം. മീനൊക്കെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതീയിലേക്ക് മാറ്റി വെച്ച് എണ്ണ തെളിയുന്നവരെ ഒന്ന് മീനൊന്ന് വറ്റിച്ചെടുക്കാം. ഒരുപാടങ്ങ് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട കാര്യമില്ല. നന്നായി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഇതാണ്ട് കറിയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ്ട് കഴിക്കാൻ നേരത്തെ തുറക്കുമ്പോൾ ഇതാണ്ട് ഇങ്ങനെ എണ്ണ തെളിഞ്ഞിരിക്കും. സൂപ്പർ ടേസ്റ്റിയായ മീൻ കറി ഇവിടെ റെഡിയാണ്. 3-4 മീൻ ഞാൻ അതിൽ നിന്ന് വറുക്കാനും എടുത്തിട്ടുണ്ടായിരുന്നു. തലയുടെ പൂവൊക്കെ എടുത്ത് കളഞ്ഞിട്ടാണ് വരഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് നന്നായി പുരട്ടി യോജിപ്പിച്ച് ഇച്ചിരി വിനാഗിരിയും കൂടെ ഒഴിച്ചാണ് ഞാൻ പുരട്ടി വെച്ചിരിക്കുന്നത്. നാരങ്ങ നീരാണെങ്കിൽ അത് ചേർത്താലും മതി. നന്നായി പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണയിലിട്ട് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് മൂപ്പിച്ചെടുക്കാം. വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് ചേർത്ത് കൊടുത്താൽ നല്ല ഫ്ലേവറായിരിക്കും നമ്മുടെ മീൻ ഫ്രൈക്ക്. അപ്പോൾ അതാണ്ട് ആവശ്യത്തിനുള്ള മുരിഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് തീ. ഇനി ഒരു തോരനാണ് വെക്കുന്നത്. വൻപയറും അമരപ്പയറും കൂടാണ് തോരൻ വയ്ക്കുന്നത്. അമരയ്ക്ക എന്നൊക്കെ പറയും, പിന്നെ വൻപയർ. അമരയ്ക്കൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. വൻപയർ വെള്ളത്തിൽ കുതിർക്കാനും വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. കുക്കറിലേക്ക് പയറിട്ട് കൊടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കുക പയറിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന അമരയ്ക്കായും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 2 വിസിൽ അല്ലെങ്കിൽ 3 വിസിൽ, അതിൽ കൂടുതൽ വേണ്ട. അപ്പോഴത്തേക്ക് തന്നെ വെന്ത് കിട്ടും. പിന്നെ ഞാൻ കടുക് വറുത്തിട്ടുണ്ട്. ചീനിച്ചട്ടിയിലേക്ക് കടുക് വറുത്ത് അതിലേക്ക് അരപ്പിട്ട് ചൂടായതിന് ശേഷം വേവിച്ച് വെച്ചിരുന്ന അമരയ്ക്കായും വൻപയറും കൂടി ഇട്ട് കൊടുത്ത് ഇനി അരപ്പിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ സ്വാദിഷ്ടമായ നമ്മുടെ തോരനിവിടെ റെഡിയാണ്. വൻപയറും അമരയ്ക്കയും കൂടെയുള്ള തോരൻ, സൂപ്പർ ടേസ്റ്റിയായ തോരനിവിടെ റെഡിയാണ്. വൻപയറിന് പകരം ചക്കക്കുരു ഇട്ടാലും നല്ല ടേസ്റ്റായിരിക്കും. ഇനി ഒഴിക്കാനൊരു കറി വേണമല്ലോ. അതിന് തക്കാളി മോരുകറിയാണ് വെക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഉണ്ടമുളക്, ആ മുളക് തന്നെയാണ് ഇതിലേക്ക് ഇട്ടേക്കുന്നത്. അതിൻ്റെ ഫ്ലേവർ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഒരെണ്ണം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളി ഉണ്ടമുളക് കൂടെ വേവിച്ചെടുത്ത് വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിലേക്ക് മോരും അരപ്പൂടെ മിക്സിയിൽ അടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അരപ്പിന് തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം, ഒരല്ലി വെളുത്തുള്ളി നന്നായി പേസ്റ്റ് പോലെ അരച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള തൈരും ചേർത്ത് അടിച്ചെടുത്തപ്പോഴത്തേക്ക് നമ്മുടെ മോരുകറിയുടെ റെഡി ആയിട്ടുണ്ട്. തക്കാളി മോരുകറിയുടെ റെഡി ആയിട്ടുണ്ട്. ആ ഉണ്ടമുളകിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഉള്ളതുകൊണ്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയൊരു മോരുകറിയാണ്. അപ്പോൾ നമ്മുടെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളെല്ലാം റെഡിയാണ്. ഒരു തോരനുണ്ട്, ഒഴിക്കാനായിട്ട് തക്കാളി മോരുകറി തയ്യാറാക്കിയിട്ടുണ്ട്, പിന്നെ മീൻ കറിയുണ്ട്, പിന്നെ മീൻ വറുത്തതുണ്ട്, പിന്നെ അച്ചാറുമൊക്കെ ഉണ്ടെങ്കിൽ ഇത്രയൊക്കെ മതിയല്ലോ നമ്മുടെ ഉച്ചയൂണിന്. അപ്പോൾ അത് നമുക്കിനി പാത്രത്തിലേക്ക് വിളമ്പി കൊടുക്കാം. ആവശ്യത്തിനുള്ള ചോറ് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അമരയ്ക്ക വൻപയർ തോരൻ അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെന്താ വെച്ചത്? മീൻ കറിയാണ് വെച്ചത്. നമ്മുടെ ചുവന്ന മീൻ്റെ കറി അതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഇത്തിരി സ്ലോ ആയിട്ടുണ്ട് കറി എടുത്തപ്പോഴത്തേക്ക്. കറി അതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ മോരുകറി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന തക്കാളി മോരുകറി അതും അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ആ ഉണ്ടമുളക് ഇടുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് നമ്മുടെ മോര് കറിക്ക്. തേങ്ങ അരച്ച മീൻ കറിക്ക് ഈ ഉണ്ടമുളക് ഇട്ട് കറി വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അതിൻ്റെ ഫ്ലേവർ. ചിലർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ടാണ് ഞാനതിലിട്ടത്. പിന്നെ ഇത്തിരി മാങ്ങ അച്ചാറും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത്തിരി ഒരു മീൻ വറുത്തത്, ഇത്തിരി സവാള അരിഞ്ഞതും കൂടെ വെച്ചാൽ നമ്മുടെ ഉച്ചയൂണ് ഇവിടെ റെഡിയാണ്. സൂപ്പർ ടേസ്റ്റിയായ നമ്മുടെ ഉച്ചയൂണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് കഴിക്കാൻ എല്ലാവരും വന്നോളൂ. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉച്ചയൂണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫിഷ് ഫ്രൈ ഉണ്ട്, ഫിഷ് കറിയുണ്ട്, പിന്നെ തോരനും മോര് കറിയും അച്ചാറും ഒക്കെ ആയിട്ട് നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് കുശാലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള മറ്റൊരു വീഡിയോയുമായി വേറൊരു ദിവസം വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ടാറ്റാ.